നമസ്കാരം. ആൾക്കാരെ പിഴിച്ച് മുകേഷ് അംബാനി അടക്കമുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ ഉണ്ടാകുന്നത് കോടികളുടെ ലാഭമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തിടെ സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് നിരക്കുകൾ 20-25% വരെ വർധനവ് വരുത്തിയ കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിപ്പുണ്ട്. ആരും മറന്നിരിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത താരിഫ് വർധനവ് തന്നെയാണ് നടന്നത്. താരിഫ് വർധനയ്ക്ക് ശേഷം ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാരുടെ മൊത്ത വരുമാനം കുത്തനെ വർദ്ധിച്ചുവെന്നാണ് വിവരം. 2024 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 3 മാസത്തിനുള്ളിൽ ടെലികോം കമ്പനികളുടെ വരുമാനം 10.5% വർദ്ധിച്ച് 91,426 കോടി രൂപയായെന്നും ടെലികോം റെഗുലേറ്റഡ് ട്രൈയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സർക്കാർ ലെവലുകൾ കണക്കാക്കുന്ന ക്രമീകരിച്ച് മൊത്ത വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 13.11% വർദ്ധിച്ച് 71,310 കോടിയിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയം 66,583 കോടിയായിരുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് ട്രൈ പുറത്തിറക്കിയ ത്രൈമാസ പ്രകടന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോയുടെ ക്രമീകരിച്ച് മൊത്ത വരുമാനം അതായത് AGR 14.19% വർദ്ധിച്ച് 27,652.68 കോടി രൂപയായി മാറി. അതേസമയം പ്രധാന എതിരാളിയായ സുനിൽ മിത്തലിന്റെ ഭാരതി എയർടെലിന്റെയും AGR ഇതേ കാലയളവിൽ 24.15% കുതിച്ചു. 2024 ജൂലൈയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ അവസാനമായി റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. അന്ന് എയർടെൽ, ജിയോ, വോഡഫോൺ, ഐഡിയ എന്നിവർ മൊബൈൽ സേവന നിരക്കുകൾ 11-25% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താരിഫ് വർധനയെ തുടർന്ന് ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിച്ചിരുന്നു. നിരക്ക് വർധന സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഉപഭോക്താക്കളും എണ്ണം വൻതോതിൽ ഇടിയായി തന്നെ വഴിവെച്ചിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ BSNLിലേക്കാണ് അധികവും ചേക്കേറിയത്. ഉപയോക്താക്കൾക്ക് തന്നെ കുത്തനെ ഇടിയുമ്പോഴും സ്വകാര്യ കമ്പനികളുടെ വരുമാനം കുതിച്ചുവെന്നാണ് ശ്രദ്ധേയം. റിപ്പോർട്ട് പ്രകാരം മൊബൈൽ സേവനങ്ങൾക്കുള്ള പ്രതിമാസ APRU ജൂൺ പാദത്തിൽ 157.45 രൂപയിൽ നിന്ന് സെപ്റ്റംബർ പാദത്തിൽ 9.60% വർദ്ധിച്ച് 172.57 രൂപയായി മാറി. ഈ നിരക്ക് ഉടനടി 200 രൂപയിലേക്കും അധികം വൈകാതെ 300 രൂപയിലേക്കും ഉയർത്തുകയാണ് സ്വകാര്യ കമ്പനികളുടെ ലക്ഷ്യമെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ട നിരക്കുകൾ വർധനവ് ഉടനടി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നും പറയുന്നുണ്ട്. മൊബൈൽ സേവനങ്ങൾക്കുള്ള പ്രതിമാസ ARPU ഈ പാദത്തിൽ 15.31% വർദ്ധിച്ചിട്ടുണ്ട്. വോഡഫോൺ ഐഡിയയുടെ AGR 4.39% വർദ്ധിച്ച് 7,507.65 കോടി രൂപയിൽ നിന്ന് 7,836.98 കോടി രൂപയായി മാറി. അതേസമയം BSNLിന്റെ AGR 1.54% ഉയർന്ന് 1,996.77 കോടി രൂപയിലെത്തി. മൊബൈൽ ഫോൺ സേവനങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പ്രീപെയ്ഡ് കണക്ഷനുകളുടെ ARPU പാദത്തിൽ 171 രൂപയാണ്. പോസ്റ്റ് പെയ്ഡ് വിഭാഗത്തിൽ ARPU സെപ്റ്റംബർ പാദത്തിൽ 190.67 രൂപയാണ്. അതേസമയം സ്വകാര്യ മൊബൈൽ വരിക്കാരുടെ എണ്ണം ജൂൺ പാദത്തിൽ 117 കോടിയായിരുന്നത് 2024 ജൂലൈ സെപ്റ്റംബറിൽ 1.68 കോടി കുറഞ്ഞു 115.37 കോടിയായി മാറി. അംബാനിയുടെ ജിയോ ഇതാ ന്യൂ ഇയർ സമ്മാനമായി കിഴിഞ്ഞൊരു പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 601 രൂപ മാത്രമാണ് ചെലവാക്കേണ്ട പാക്കേജ് എന്ന് ജിയോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതും ഒരു വർഷം വാലിഡിറ്റി പ്ലാനിലൂടെ നൽകുന്നുണ്ട്.